ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മെയ് 10, 2023 നടന്ന തൃശ്ശൂർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പത്രികകൾ നമ്മൾ ഫസ്റ്റ് ഡേ നോക്കി. സെക്കൻഡ് ഡേ നമ്മൾ പാരിഭാഷി ശബ്ദാവലി നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ്, രാഷ്ട്രഭാഷ ആ ഭാഗത്ത് നിന്നൊക്കെ कॉन्स्टिट्यूशन बंधपेट चोदिച്ച 3 क्वेश्चंस ആണ്. फर्स्ट क्वेश्चन, संविधान की 8वीं अनुसूची में 18 भाषाओं में कौन सी भाषा शामिल नहीं है? संविधान की 8वीं अनुसूची में 18 भाषाओं में कौन सी भाषा शामिल नहीं है? നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യം 14 ഭാഷകളും പിന്നീട് അമെൻമെൻറ്റ്സിലൂടെ ഭാഷകൾ ആഡ് ചെയ്ത് ഇപ്പോൾ 22 ലാംഗ്വേജസ് ഉണ്ടെന്നറിയാം. അതിൽ ഉൾപ്പെടാത്ത ആദ്യത്തെ 18 ഭാഷകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തെറ്റിപ്പോകരുത്. ഓപ്ഷൻസ് പറയാം: കൊങ്കണി, മണിപ്പൂരി, മൈഥിലി, നേപ്പാളി. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 18 ഭാഷകളിൽ ഉൾപ്പെടാത്തത് സംവിധാനിക്ക് 8वीं അനുസൂചി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8th ഷെഡ്യൂളിൽ ഉള്ള 18 ഭാഷകളിൽ ഉൾപ്പെടാത്ത ഭാഷ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സി ഓപ്ഷനാണ്, മൈഥിലിയാണ്. മൈഥിലി. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനിയുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പറയാം. നമ്മൾ ആദ്യം പഠിച്ചു വയ്ക്കേണ്ടത്, ആദ്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്ന എത്ര ഭാഷകളാണ്? 14 ഭാഷകളാണ്. അവ ഏതൊക്കെയെന്ന് നോക്കണം. കാശ്മീരി, തമിഴ്, മറാഠി, പഞ്ചാബി, ഉറുദു, സംസ്കൃത്, ഹിന്ദി, ബംഗാളി, അസമിയ, ഗുജറാത്തി, ഒഡിയ, കന്നഡ, തെലുങ്കു, മലയാളം. ഈ 14 ഭാഷകളാണ് ആദ്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നത്. ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയി ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം: കശ്മീരി, തമിഴ്, മറാഠി, പഞ്ചാബി, ഉറുദു, സംസ്കൃത്, ഹിന്ദി, ബംഗാളി, അസമിയ, ഗുജറാത്തി, ഒഡിയ, കന്നഡ, തെലുങ്കു, മലയാളം. പിന്നീട് 21st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴി എന്ത് ചെയ്തു? 15ാമത്തെ ഭാഷയായിട്ട് ഏതിനെ ആഡ് ചെയ്തു? സിന്ധിയെ കൂടെ ആഡ് ചെയ്തു. 1967 സിന്ധിയെ കൂടെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ 15 ഭാഷയായി. പിന്നീട് 71st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴി 1992 3 ഭാഷകൾ ആഡ് ചെയ്തു. ഏതൊക്കെയാണ്? നേപ്പാളി, മണിപ്പൂരി, കൊങ്കണി. അങ്ങനെയാണ് 18 ഭാഷകളായത്. അവിടെ നിന്നാണ് നമ്മുടെ ക്വസ്റ്റ്യന് വന്നത്. ആ 18 ഭാഷകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. പിന്നീട് അടുത്ത അമെൻമെൻറ്റ് വന്നു, 92nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്. അതുവഴി വീണ്ടും 4 ഭാഷകൾ കൂടി 2003 ആഡ് ചെയ്തു. ബോഡോ, സന്താളി, മൈഥിലി, ഡോഗ്രി. അങ്ങനെ ഇപ്പോൾ എത്ര ഭാഷകളുണ്ട്? 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. ആദ്യം 14 പിന്നീട് അത് 15 ഫസ്റ്റ് അമെൻമെൻറ്റ് വഴി 22nd അമെൻമെൻറ്റ് വഴി എന്തായി? അത് 15 71st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴി അത് എത്രയായി? 3 ഭാഷകളെ കൂടെ പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. പിന്നെ 92nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴി 4 ഭാഷകൾ കൂടെ ആഡ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ആ 22 ലാംഗ്വേജസും നമ്മൾ ആ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കണം. ആദ്യമുള്ള 14 ലാംഗ്വേജസ് ഏതാണ്? പിന്നെ 15ാമത് വന്നത് സിന്ധിയാണ്. പിന്നീട് 3 ഭാഷകൾ ആഡ് ചെയ്തത് ഏതാണ്? നേപ്പാളി, മണിപ്പൂരി, കൊങ്കണി. പിന്നീട് 4 ഭാഷകൾ ആഡ് ചെയ്തത് ഏതാണ്? ബോഡോ, മൈഥിലി, സന്താളി, ഡോഗ്രി. അത് ഓർഡർ ഇത് പഠിച്ചു വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചോദിച്ചതാണ്. राजभाषा आयोग तथा संसदीय राजभाषा समिति के गठन करने की व्यवस्था संविधान की किस अनुच्छेद में है? ഏത് അനുച്ഛേദത്തിലാണ്? 344 അപ്പോൾ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തു നിന്ന് വരാം. 343 മുതൽ 351 വരെയുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതൊരു ക്ലാസ് നമുക്ക് പ്രത്യേകം ചെയ്യാം. രാജഭാഷ ആयोग तथा संसदीय राजभाषा समिति के गठन करने की व्यवस्था संविधान के किस अनुच्छेद में है? 344. ഒരു ക്വസ്റ്റ്യനും കൂടി ആ ഭാഗത്തു നിന്ന് ചോദിച്ചിരുന്നു, സെയിം എക്സാമിന് തന്നെ. ഭാരത് की संविधान सभा ने हिंदी को संघ की राजभाषा के रूप में कब स्वीकार किया? 1949 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 1949. ഇപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന്
മെയ് 10, 2023 നടന്ന തൃശ്ശൂർ എക്സാമിന് ചോദിച്ചത്. ഏതൊക്കെയാണ്? संविधान की 8वीं अनुसूची में 18 ഭാഷാओं में कौन सी ഭാഷ शामिल नहीं है? അതിൻ്റെ ആൻസർ എന്തായിരുന്നു? മൈഥിലി ആയിരുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു? കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി. അതെല്ലാം എന്ത് വരുന്നുണ്ട്? ആ 18 ഭാഷകളിൽ വരുന്നുണ്ട്. മൈഥിലി വരുന്നില്ല. കാരണം എന്താണ്? മൈഥിലി പിന്നീടാണ് ആഡ് ചെയ്തത് ഇല്ലേ? അടുത്തൊരു അമെൻമെൻറ്റ് വന്നപ്പോഴും 15ാമതായിട്ട് സിന്ധി വന്നു. അതിനുശേഷം എന്ത് ചെയ്തു? പിന്നെ നേപ്പാളിയും മണിപ്പൂരിയും കൊങ്കണിയും ആഡ് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ 22 ഭാഷ വന്നപ്പോഴാണ് മൈഥിലി കൂടെ വന്നത്. അപ്പോൾ 18 ഭാഷകൾ 18 ഭാഷകളുടെ ലിസ്റ്റിൽ പെടാത്തത് എന്തെന്ന് ചോദിച്ചാൽ അവിടെ മൈഥിലിയാണ്. അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നൊരു ക്വസ്റ്റ്യനാണത്. അത് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? രാജഭാഷ ആയോഗ് തഥാ സംസദീയ രാജഭാഷ സമിതി കെ ഗഠൻ കർനെ കി വ്യവസ്ഥ സംവിധാൻ കെ കിസ് അനുച്ഛേദ് മേം ഹേ? 344 ആണ് അതിൻ്റെ ആൻസർ. പിന്നെ മൂന്നാമത് വന്ന ക്വസ്റ്റ്യൻ ഭാരത് കി സംവിധാൻ സഭാനെ ഹിന്ദി കോ സംഘ് കി രാജഭാഷ കെ രൂപ മേ കബ് സ്വീകാർ കിയ? 1949 അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിരുന്നു. ഓക്കെ, താങ്ക് യു.